സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളുടെ മത്സരമല്ല നടക്കുന്നതെന്നും മറിച്ച് കലാധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള പോരാട്ടമാണെന്നും സ്കൂൾ കലോത്സവത്തിലെ പുരസ്കാര ജേതാവും സിനിമാ സീരിയൽ താരവുമായ മഹാലക്ഷ്മി. അർഹതയുള്ള കുട്ടികൾക്ക് അംഗീകാരം കിട്ടണമെന്നും മഹാലക്ഷ്മി പറഞ്ഞു. തന്റെ കലോത്സവകാല അനുഭവങ്ങളും പീപ്പിൾ ടിവിയോട് പങ്കുവച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആഘോഷ തിമിർപ്പിലാകാൻ പോവുകയാണ് തലസ്ഥാന നഗരം. ഇപ്പോൾ എന്നോട് നേരത്തെ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു കലാകാരിയുണ്ട്, മഹാലക്ഷ്മി. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ മോണോ ആക്ട്, ഭരതനാട്യം, ഉപകരണ സംഗീതം എന്നീ ഇനങ്ങളിൽ സമ്മാനം നേടിയ മഹാലക്ഷ്മിക്ക് കലോത്സവങ്ങളിലെ അനാരോഗ്യ മത്സരങ്ങളോട് എതിർപ്പാണ്. വെരി ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ ഫീൽഡ് മൊത്തം കറപ്റ്റഡ് ആണെന്ന് തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കാര്യം സബ് ജില്ലയിൽ നിന്നും അല്ലെങ്കിൽ റവന്യൂ ജില്ലയിൽ നിന്നും പോലും അർഹത ഉള്ള ഒരു കുട്ടിയും സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് സ്ട്രെയിറ്റ് ആയി എത്തിപ്പെടുന്നില്ല. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ പലരും പിന്നീട് കലാരംഗം വിടുകയാണെന്നും മഹാലക്ഷ്മി പറയുന്നു. ആ ആർട്ട് ഫോം, ഈ ഒരു കോമ്പറ്റീഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ആ കുട്ടി ആ കലയെ ഉപേക്ഷിക്കുകയാണ്. അവർ ഒരുപക്ഷെ ഈ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ പോലുള്ള പ്രൊഫഷണൽ കോഴ്സസ് എടുത്ത് അവർ അതിലേക്ക് തിരികുകയാണ്. പിന്നീട് അവർ ഈ തിരിച്ച് കലയിലേക്ക് വരുന്നില്ല. ഇത്തവണ മത്സരിക്കാനെത്തുന്നവർക്ക് തന്റെ വക ഉപദേശം നൽകാനും സിനിമാ സീരിയൽ താരം കൂടിയായ മഹാലക്ഷ്മി മറന്നില്ല. അർഹതയുള്ള കുട്ടികൾക്ക് പ്രൈസ് കിട്ടണം, അവർ നല്ലോണം പെർഫോം ചെയ്യാൻ സാധിക്കണം. പ്രൈസിലുപരി അവർക്ക് സ്റ്റേജിൽ അവർ വിചാരിക്കുന്ന രീതിയിൽ സാറ്റിസ്ഫാക്ഷനോടെ നല്ലോണം പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആരോഗ്യകരമായിട്ടുള്ള മത്സരമായിരിക്കട്ടെ, അർഹതയുള്ള കുട്ടികൾക്ക് പ്രൈസ് കിട്ടി അവരെ നമ്മുടെ നാട് ട്രിവാൻഡ്രം, നമ്മുടെ തിരുവനന്തപുരം നാട് അംഗീകരിക്കട്ടെ, അറിയപ്പെടട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മത്സരമായിരിക്കട്ടെ ഈ 56ാമത് സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ആരോഗ്യകരമായിട്ടുള്ള മത്സരമായിരിക്കട്ടെ എന്ന് തന്നെ നമുക്കും അനുമാനിക്കാം. ഇല്ലാത്ത കാഴ്ചകൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ആ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് മഹാലക്ഷ്മിക്കൊപ്പം ക്യാമറമാൻ കുമാറിനൊപ്പം സുനിൽ അരുമാണ്.